ഒക്കെ നല്ല മലമാട് മരിക്കണം മൈരന്മാരാണ് വെറുതെ കിടന്ന് അടിപിടിക്കുക. പ്ലീസ് സെക്കൻഡ് എന്തെങ്കിലും പറ്റി നോക്കിയേ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഗാനമേളകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പം ആ ഗാനമേളേൻ്റെ ആ ഒരു ഫോർമാറ്റൊക്കെ മാറിയിട്ട് ഇപ്പോൾ റാപ്പർമാരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് റാപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഫെജോ, വേടൻ, പിന്നെ ഡബ്സി, പിന്നെ ബേബി ജീൻ, അങ്ങനെ ഒരുപാട് റാപ്പർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്ന് യുവജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന് ആകെ ഒച്ചപ്പാടും ബഹളവും സീനൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡബ്സീൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ ഇതൊക്കെ മതി, ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഈ പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങൾ എന്നൊക്കെ കേട്ടിട്ട് പുളകം കൊള്ളുന്ന ഒരു സമയത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വേടൻ ഇവരിൽ നിന്നൊക്കെ കുറേ വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ്. അതായത് പുള്ളിക്കാരൻ തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള വരികളുമൊക്കെ ആയിട്ടാണ് വേടൻ്റെ പ്രോഗ്രാം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് വേടൻ്റെ ഒരു പരിപാടി നടക്കുകയുണ്ടായി. അപ്പോൾ ആ പരിപാടീൻ്റെ ഇടയിൽ ഒരുപാട് അടികൾ, അതായത് കാണാൻ വരുന്നവർ തമ്മിലും അടി, ഈ പറയുന്ന വന്ന ആളുകൾ വേടനുമായിട്ടും വാക്ക് തർക്കം, അങ്ങനെ മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു പരിപാടിയായിരുന്നു വേടൻ്റേത്. അപ്പോൾ വേടൻ്റെ ആ ഒരു പരിപാടീൻ്റെ കുറച്ച് ക്ലിപ്സാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ നാട്ടിൽ ഒരു പരിപാടിക്ക് ഇതേപോലുള്ള പ്രോഗ്രാമിന് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇവരെ കൊണ്ട് പാടിപ്പിക്കാതെ അലമ്പാക്കി കുളവാക്കി പറഞ്ഞു വിടുകയാണോ ചെയ്യേണ്ടത്, അതോ ഇവരുടെ നമുക്ക് നേരിട്ട് വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതെല്ലാം. അപ്പം അത് സംഘടിപ്പിക്കുന്ന സംഘാടകരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പരിപാടി നടത്താൻ സമ്മതിക്കാണ്ട് അതെങ്ങനെ അലമ്പാക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഒക്കെ നല്ല മലമാട് മരിക്കണം മൈരന്മാരാണ് വെറുതെ കിടന്ന് അടിപിടിക്കുക. പ്ലീസ് സെക്കൻഡ് എന്തെങ്കിലും പറ്റി നോക്കിയേ. മക്കളെ ഇങ്ങനെ ഇടി ഉണ്ടാക്കണ ഈ പരിപാടി നിർത്താണ്ട് വേറെ രക്ഷയില്ലട്ടാ. പിന്നെ എന്താണ് ഇങ്ങനെ കാണിക്കണേ നിങ്ങള്? ആ സെക്കൻഡ് എന്തെങ്കിലും പറ്റിയ നോക്ക്. മക്കളെ ഇങ്ങനെ മുട്ടിന് ഇടിയിലൊക്കെ പോലെ മുട്ടിന് ഇടിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലീസുകാരൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. പരിപാടി നിർത്തേണ്ടി വരും. പ്ലീസ്, പാലക്കാട് അല്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കാറില്ല. അപ്പൊ നമ്മളൊരു പരിപാടി നടത്തുമ്പോ നിങ്ങളായിട്ട് തല്ലി പിടിച്ചിട്ട് നിർത്തരുത്, മനസ്സിലാവണ്ട? കേക്കണ്ട, അവന്മാര് നിർത്തിയിട്ടില്ല ഇത് അടി പിടിച്ചോളൂ. സമാധാനാവ്. ഇതവര് പോലീസുകാർ നോക്കുന്നുണ്ട്. പെർഫോം ചെയ്തിട്ട് പോകണോ, പാട്ടൊക്കെ പാടിട്ട് തന്നെ പോകണോ? പക്ഷെ സമാധാനാവ് പ്ലീസ്, സമാധാനാവ്. നിക്ക് സമാധാനാവണോ മക്കളെ, പ്ലീസ് സമാധാനാവ് പ്ലീസ്. അല്ലാതെ ഞാൻ പാട്ട് പാടില്ല. എന്തിനാണ് വെറുതെ ആൾക്കാര് പ്ലീസ്. നമ്മൾ കൊറേ പണിയെടുത്തത് ചെയ്യാൻ വേണ്ടിട്ട്. പ്ലീസ്, നമ്മൾ കൊറേ പണിയെടുത്തു, കൊറേ ആൾക്കാരെ കഷ്ടപ്പാടാണ് ഈ ഷോ, മനസ്സിലായ? നമ്മളൊരു ഷോ നടത്താൻ പറ്റാന്ന് പോയി. അപ്പൊ ദയവ് ചെയ്ത്
പോട്ടെ, ഞാൻ പാടത്തെ. മക്കളെ ഞാൻ പോവാണേ, പാടാൻ പോണേ. പിള്ളേര് സമാധാനായിക്കോളാ, പിള്ളേര് കൊള്ളാം. എന്താണ് പ്രശ്നം മോനെ? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് മക്കളെ? എന്താണ് ഭയങ്കര പോക്കൃത്തരാണ് കാണിക്കുന്നത്. ഒരാൾ പെർഫോം ചെയ്യല്ലേ? ചെയ്യരുത് അത് മക്കളെ, ചെയ്യരുത് അത്, മനസ്സിലായ? ചെയ്യരുത് അത് പ്ലീസ്. ഇത്ര ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം നിന്റെ ഹൃദയത്തിലോ ഇത്ര കാട്ടലാളം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം. ഒരു കാട്ടില് ഒരു കുട്ടിയാണ് അമ്മ കൂടെ സന്തോഷമാ ചുറ്റിനിരുന്നിച്ചത്. കാരണമില്ലാതായി പോയാൽ ആരറിയാൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദനയാണറിയാൻ പൂർവ്വങ്ങളിൽ തോട്ടത്തിൽ ഒരു കളയൻ കഥയത് ആർക്കറിയാം ജീവിതം എന്ന ഓരോട്ടത്തിൽ വീട് പോയവരെ ആടി നിനയ്ക്കാം. ഭയങ്കര മോശമാണ് ഈ കാണിക്കണത്. ഞാനിത് പറഞ്ഞല്ലോ, ഇത് ഭയങ്കര മോശമല്ലേ കാണിക്കണത്? നിങ്ങൾ പറയും ഞാൻ പെർഫോം ചെയ്യല്ലേ, മര്യാദക്കല്ലേ ചെയ്യണേ അല്ലേ? ഇത് ഭയങ്കര മോശമാണ് നിങ്ങൾ ചെയ്യണത്, പ്ലീസ്. ഇത് തീർക്കാതെ ഞാൻ പെർഫോം ചെയ്യുന്നില്ല, എന്തിനാണെന്ന്. ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. നിങ്ങൾ എന്താണ് കാണിക്കണത് മക്കളെ? സമാധാനമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ? ഓൾറെഡി പാലക്കാട് ഒരു പ്രശ്നം. ഞാൻ പോയിട്ട് വരട്ടെ, വീട്ടിൽ പോട്ടെ. നോക്കല്ലേ, നമ്മളുണ്ടല്ലോ ഇത് ഏഷ്യനെറ്റും പക്കായ ഫോഗും ആൾട്ട് പ്ലസും നമ്മുടെ പിള്ളേരെല്ലാരും കൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിലാണ് ഈ പരിപാടി. നിങ്ങളെല്ലാരും വരാൻ കാരണം അതാണ്, മനസ്സിലായോ? അപ്പൊ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുള്ള കാരണമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഇവിടെ. ഫോട്ടോ എല്ലാവരും നിങ്ങളെല്ലാവരും ഞാൻ പേഴ്സണലി വിളിച്ചതാണ്. ആക്ച്വലി കർപ്പറേറ്റ് മോൾട്ട് പ്ലസിലൂടെയും എൻ്റെ അക്കൗണ്ടിലൂടെയും ഞാൻ നിങ്ങളെല്ലാവരും പേഴ്സണലിയാണ് വിളിച്ചത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കമ്മിങ്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ലാതെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് തമിഴുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവരാൻ പറ്റി. നമുക്ക് നിങ്ങളുള്ള കാരണമാണ് പറ്റിയത്. അതൊക്കെ താങ്ക് യു സോ മച്ച് ഗൈസ്. പോയിട്ട് വരാം. അടുത്ത പ്രാവശ്യം കാണാം. പോട്ടെ.